Chapter 11 Alcohols, Phenols and Ethers. Alcohols, Phenols, Ethers എന്നീ ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് എന്നിവ ഓക്സിജൻ ആറ്റം അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ആൽക്കഹോളിലും ഫീനോളിലും OH ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കും. ഇൻ ആൽക്കഹോൾസ്, one or more OH group is directly attached to carbon atoms of an aliphatic system. ആൽക്കഹോളിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് അലിഫാറ്റിക് സിസ്റ്റത്തിലെ കാർബൺ ആറ്റത്തിലായിരിക്കും. ബട്ട് ഇൻ ഫീനോൾസ്, OH group is directly attached to carbon atoms of an aromatic system. ഫീനോളിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് അരോമാറ്റിക് സിസ്റ്റത്തിലെ കാർബൺ ആറ്റത്തിലായിരിക്കും. ദാറ്റ് ഈസ് ഫീനോൾസ് ആർ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്സ് ഓഫ് ബെൻസീൻ. ബെൻസീനിൻ്റെ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ്സ് ആണ് ഫീനോൾസ്. ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അത് ഫീനോൾ ആയിരിക്കും. ആൽക്കഹോൾസിന് എക്സാമ്പിൾ ആണ് എത്തനോള്, മെത്തനോള് പോലുള്ളത്. CH3OH മെത്തനോൾ, CH3CH2OH എത്തനോൾ. ഇനി മൂന്നാമത്തെ കോമ്പൗണ്ട് ആണ് ഈതേഴ്സ്. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് തമ്മിൽ അല്ലെങ്കിൽ ഒരു അരൈൽ ഗ്രൂപ്പും ഒരു ആൽക്കൈൽ ഗ്രൂപ്പും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് അരൈൽ ഗ്രൂപ്പ്സ് തമ്മിൽ ഓക്സിജൻ ആറ്റം വഴിയാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അത് ഒരു ഈതർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CH3OCH3 ഇതൊരു ഈതറിന് എക്സാമ്പിൾ ആണ്. ആൽക്കഹോളിലും ഫീനോളിലും അടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, അതായത് OH ഗ്രൂപ്പ്. ഈതേഴ്സ് ആർ ഓഫൺ മെയ്ഡ് ഫ്രം ആൽക്കഹോൾസ് ആൻഡ് phenols. Alcohols, phenols and ethers are considered as organic derivatives of water. വാട്ടറിൻ്റെ ഓർഗാനിക് ഡെറിവേറ്റീവ്സ് ആണ് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് എന്നിവ. വാട്ടറിൻ്റെയും ആൽക്കഹോളിൻ്റെയും സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വാട്ടറിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ അതൊരു ആൽക്കഹോളായിട്ട് മാറും. ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം അരൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതൊരു ഫീനോളായിരിക്കും. ജനറൽ ഫോർമുലാസ്. ആൽക്കഹോളിൻ്റെ ജനറൽ ഫോർമുല ROH എന്നായിരിക്കും. R മീൻസ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഫീനോൾസിൻ്റെ ജനറൽ ഫോർമുല AROH എന്നായിരിക്കും. AR മീൻസ് അരൈൽ ഗ്രൂപ്പ്. ബെൻസീൻ റിങ്ങിൽ ഒരു OH ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അത് ഫീനോൾസ് ആയിരിക്കും. ഈതേഴ്സിൻ്റെ ജനറൽ ഫോർമുല ROR ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസ്. Depending on the number of OH group present, alcohols are classified into monohydric alcohols, dihydric alcohols, trihydric alcohols or polyhydric alcohols. ഒരു OH ഗ്രൂപ്പ് മാത്രം അടങ്ങിയ ആൽക്കഹോൾസ് ആണ് മോണോഹൈഡ്രിക് ആൽക്കഹോൾസ്. ഫോർ എക്സാമ്പിൾ CH3OH മെത്തനോൾ, CH3CH2OH എത്തനോൾ. ഇതിലെല്ലാം ഒരു OH ഗ്രൂപ്പ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് മോണോഹൈഡ്രിക് ആൽക്കഹോൾസിന് എക്സാമ്പിൾസ് ആണ്. രണ്ട് OH ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അത് ഡൈഹൈഡ്രിക് ആൽക്കഹോൾസ് ആയിരിക്കും. എക്സാമ്പിൾ
CH2OH, CH2OH. ഇതിൻ്റെ പേര് എത്തിലീൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഈഥെയ്ൻ 1,2 ഡയോൾ എന്നാണ്. ഇനി 3 OH ഗ്രൂപ്പ് പ്രസൻ്റ് ആണെങ്കിൽ അത് ട്രൈഹൈഡ്രിക് ആൽക്കഹോൾസ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് ഗ്ലിസറോൾ. CH2OH, CHOH, CH2OH എന്നാണ് ഗ്ലിസറോളിൻ്റെ ഫോർമുല. അതിൽ 3 OH ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്, അതുകൊണ്ട് അതൊരു ട്രൈഹൈഡ്രിക് ആൽക്കഹോളാണ്. Monohydric alcohols may be further classified according to the hybridisation of the carbon atom to which the hydroxyl group is attached. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ്റെ ബേസിൽ മോണോഹൈഡ്രിക് ആൽക്കഹോൾസിനെ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ, compounds containing sp3 carbon OH bond. ഈ ആൽക്കഹോൾസിൽ sp3 കാർബണിലായിരിക്കും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുക. രണ്ടാമത്തെ ടൈപ്പ്, compounds containing sp2 carbon OH bond. Compounds containing sp3 carbon OH bond. In this type of alcohols, the OH group is attached to an sp3 hybridized carbon atom of an alkyl group. They can be further classified into primary alcohols, secondary alcohols and tertiary alcohols. മാക്സിമം ഒരു കാർബൺ ആറ്റവുമായി മാത്രം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തെയാണ് പ്രൈമറി കാർബൺ എന്ന് പറയുന്നത്. 2 കാർബൺ ആറ്റവുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ് സെക്കൻഡറി കാർബൺ. 3 കാർബൺ ആറ്റവുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ് ടെർഷ്യറി കാർബൺ. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രൈമറി കാർബണിലാണെങ്കിൽ അതൊരു പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. സെക്കൻഡറി കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. ടെർഷ്യറി കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതൊരു ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും. പ്രൈമറി ആൽക്കഹോള്, സെക്കൻഡറി ആൽക്കഹോള്, ടെർഷ്യറി ആൽക്കഹോള് എന്നിവയ്ക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ CH3 CH2OH. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഒരു മീഥൈൽ ഗ്രൂപ്പുമായി മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈമറി കാർബൺ ആറ്റത്തിലാണ്. അതുകൊണ്ട് CH3 CH2OH എന്ന ആൽക്കഹോള് ഒരു പ്രൈമറി ആൽക്കഹോളാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. CH3 CHOH CH3. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡറി കാർബൺ ആറ്റത്തിലാണ്. അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം 2 മീഥൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. CH3 CHOH CH3 എന്നത് ഒരു സെക്കൻഡറി ആൽക്കഹോളാണ്. ഇനി തേർഡ് എക്സാമ്പിൾ നോക്കുക. CH3 COH CH3 CH3. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം 3 മീഥൈൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതായത് ടെർഷ്യറി കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ടെർഷ്യറി ആൽക്കഹോളാണ്. 2-ബ്യൂട്ടനോൾ അല്ലെങ്കിൽ ബ്യൂട്ടാൻ 2-ഓളിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ കാണുന്നത്. CH3 CHOH CH2 CH3. ഇവിടെ സെക്കൻഡറി കാർബണിലാണ്
OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 1 പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ, CH3 CH2 CH2OH. ഇതൊരു പ്രൈമറി ആൽക്കഹോളാണ്. തേർഡ് എക്സാമ്പിൾ CH3 COH CH3 CH3, 2-methyl 2-propanol അല്ലെങ്കിൽ 2-methyl propan 2-ol. ഇതൊരു ടേർഷ്യറി ആൽക്കഹോളാണ്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp3 കാർബൺ OH ബോണ്ട്. sp3 കാർബൺ OH ബോണ്ട് വരുന്ന ആൽക്കഹോളിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് allylic alcohols. In this type of alcohols, the OH group is attached to a sp3 hybridized carbon atom next to the carbon-carbon double bond, that is to an allylic carbon. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് കാർബൺ ഡബിൾ ബോണ്ടിന് തൊട്ടടുത്ത് വരുന്ന കാർബൺ ആറ്റത്തിലായിരിക്കും. അതായത് അല്ലൈലിക് കാർബൺ ആറ്റത്തിലായിരിക്കും. കാർബൺ ഡബിൾ ബോണ്ടിന് തൊട്ടടുത്ത് വരുന്ന കാർബൺ ആറ്റത്തെയാണ് അല്ലൈലിക് കാർബൺ എന്ന് പറയുന്നത്. അല്ലൈലിക് കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൽക്കഹോൾസിന് പറയുന്ന പേരാണ് allylic alcohols. അതിനൊരു എക്സാമ്പിൾ ആണ് CH2 ഡബിൾ ബോണ്ട് CH2OH. ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിൻ്റെ തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു allylic ആൽക്കഹോളാണ്. ബെൻസൈലിക് ആൽക്കഹോൾസ്. In benzylic alcohols, the OH group is attached to a sp3 hybridized carbon atom next to an aromatic ring. Benzylic alcoholsൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് അരോമാറ്റിക് റിങ്ങിന് തൊട്ടടുത്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലായിരിക്കും. അതൊരു എക്സാമ്പിൾ ആണ് C6H5CH2OH. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് ബെൻസീൻ റിങ്ങിന് തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലാണ്. അതുകൊണ്ട് ഇതൊരു ബെൻസൈലിക് ആൽക്കഹോളാണ്. Allylic and benzylic alcohols may be primary, secondary or tertiary. Allylic അല്ലെങ്കിൽ ബെൻസൈലിക് ആൽക്കഹോൾസ് പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം, അല്ലെങ്കിൽ ടേർഷ്യറി ആവാം. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp2 കാർബൺ OH bond. These alcohols contain OH group attached to a carbon-carbon double bond, that is to a vinylic carbon or to an aryl carbon. These alcohols are called vinylic alcohols. Vinylic alcoholsൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് വിനൈലിക് കാർബൺ ആറ്റത്തിലായിരിക്കും. അതായത് ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതൊരു വിനൈലിക് ആൽക്കഹോൾ ആയിരിക്കും. അരോമാറ്റിക് റിങ്ങിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അത് ഫീനോൾസ് ആയിരിക്കും. വിനൈലിക് ആൽക്കഹോൾസിന് എക്സാമ്പിൾ ആണ് CH2 ഡബിൾ ബോണ്ട് CHOH. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിലാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഈതേഴ്സ്.
Ethers are classified into two types. First one is simple or symmetrical, and second one is mixed or unsymmetrical. If the alkyl or aryl groups attached to the oxygen atom are the same, then they are called symmetrical or simple ethers. If the alkyl or aryl groups attached to the oxygen atom are different, then they are called mixed or unsymmetrical ethers. ഓക്സിജൻ ആറ്റവുമായി ഈഥറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ്സ് സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ഈഥേഴ്സ് ആണ് സിമ്പിൾ ഓർ സിമ്മെട്രിക്കൽ ഈഥേഴ്സ്. ഓക്സിജൻ ആറ്റവുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ അത് മിക്സ്ഡ് അല്ലെങ്കിൽ അൺസിമ്മെട്രിക്കൽ ഈഥേഴ്സ് ആയിരിക്കും. സിമ്മെട്രിക്കൽ ഈഥേഴ്സിന് എക്സാമ്പിൾ ആണ് ഡൈമീഥൈൽ ഈഥർ, CH3O CH3. വേറൊരു എക്സാമ്പിൾ C2H5O C2H5, ഡൈഈഥൈൽ ഈഥർ. ഇനി അൺസിമെട്രിക്കൽ ഈഥേഴ്സിന് എക്സാമ്പിൾ ആണ് C2H5O CH3 ആൻഡ് C2H5O C6H5. Nomenclature of alcohols. ആൽക്കഹോളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. In IUPAC name, the E in alkane name is replaced with ol. ആൽക്കേനിൻ്റെ E കട്ട് ചെയ്ത് പകരം ഓൾ എന്ന് ചേർത്താൽ ആൽക്കഹോളിൻ്റെ IUPAC നെയിമായി മാറും. ഒരു കാർബണായിട്ടുള്ള ആൽക്കെയിനാണ് മീഥെയിൻ, CH4. ഒരു കാർബണായിട്ടുള്ള ആൽക്കഹോളാണ് CH3OH. ആൽക്കെയിൻ്റെ നെയിമിൽ നിന്ന് E കട്ട് ചെയ്ത് പകരം ഓൾ എന്ന് ചേർത്താൽ ആൽക്കഹോളിൻ്റെ നെയിമായിട്ട് മാറും. ഇപ്പം CH3OHൻ്റെ IUPAC നെയിം മെത്തനോൾ ആയിരിക്കും. അതിൻ്റെ കോമൺ നെയിം മീഥൈൽ ആൽക്കഹോൾ എന്നാണ്. സെക്കൻഡ് എക്സാമ്പിൾ CH3CH3, അതിൻ്റെ IUPAC നെയിം ഈഥേൻ എന്നാണ്. CH3CH2OH എന്നാണെങ്കിൽ അതിൻ്റെ നെയിം എത്തനോൾ ആയിരിക്കും. കോമൺ നെയിം ഈഥൈൽ ആൽക്കഹോൾ. റൂൾസ് ഫോർ നെയിമിംഗ് ആൽക്കഹോൾസ്. ഫസ്റ്റ് റൂൾ, സെലക്ട് the longest continuous carbon chain containing the OH group. OH ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ റൂള്. സെക്കൻഡ് റൂൾ, the numbering is done in such a way that the carbon atom carrying the OH group gets the lowest number. OH ഗ്രൂപ്പ് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലാണ് കാർബൺ ആറ്റംസിന് നമ്പർ കൊടുക്കേണ്ടത്. മൂന്നാമത്തെ റൂള്, the name of the compound end in ol. ആൽക്കെയിൻ്റെ നെയിമിൽ നിന്ന് E കട്ട് ചെയ്ത് പകരം ഓൾ എന്ന് ചേർത്താലാണ് ആൽക്കഹോളിൻ്റെ നെയിം കിട്ടുന്നത്. നെക്സ്റ്റ് റൂള്, if more than one hydroxyl group is present, the suffixes diol, triol, etc. are used. ഒന്നിലധികം OH ഗ്രൂപ്പ് പ്രസൻ്റ് ആണെങ്കിൽ ഡയോൾ, ട്രയോൾ പോലെയുള്ള സഫിക്സസ് യൂസ് ചെയ്യുന്നു. 2 OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഡയോൾ എന്ന് ചേർക്കുന്നു. 3 ആണെങ്കിൽ
ട്രയോൾ എന്ന് ചേർക്കുന്നു. ആൽക്കഹോളിനെ നെയിം ചെയ്യാനുള്ള റൂൾസ് നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. CH3, CH2, CH2OH. ഇവിടെ OH ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റുള്ള ചെയിൻ ആണ്. ഇനി കാർബൺ ആറ്റത്തിന്റെ നമ്പറിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിനായിരിക്കണം ലോവസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ നെയിം 1-പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1-ഓൾ എന്നാണ്. സെക്കൻഡ് എക്സാമ്പിൾ CH3 CHOH CH3. ഇതിൻ്റെ IUPAC നെയിം 2-പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 2-ഓൾ എന്നാണ്. തേർഡ് എക്സാമ്പിൾ CH3 CH CH3 CH2 CH2 CHOH CH3. ഇതിൻ്റെ IUPAC നെയിം 5-methyl 2-hexanol അല്ലെങ്കിൽ 5-methyl hexan 2-ol എന്നായിരിക്കും. നോമൻക്ലേച്ചർ ഓഫ് phenols. Common name of phenol is accepted as IUPAC name. The substituents are numbered 2, 3, etc. taking the OH carbon as 1. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിനാണ് നമ്പർ 1 കൊടുക്കുന്നത്. അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് 2, 3 ഇങ്ങനെ നമ്പറിംഗ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ OH ഗ്രൂപ്പ് 1ാമത്തെ പൊസിഷനിലും CH3 ഗ്രൂപ്പ് 2ാമത്തെ പൊസിഷനിലും വരുവാണെങ്കിൽ ആ ഫീനോളിൻ്റെ നെയിം 2-methyl phenol എന്നായിരിക്കും. അതിൻ്റെ കോമൺ നെയിം ഓർത്തോക്രസോൾ എന്നാണ്. ഇനി OH ഗ്രൂപ്പ് 1ാമത്തെ പൊസിഷനിലും CH3 ഗ്രൂപ്പ് 3ാമത്തെ പൊസിഷനിലുമാണെങ്കിൽ അതിൻ്റെ പേര് 3-methyl phenol എന്നാണ്. ഇതിൻ്റെ കോമൺ നെയിം മെറ്റാക്രസോൾ. OH ഗ്രൂപ്പ് 1ാമത്തെ പൊസിഷനിലും CH3 ഗ്രൂപ്പ് 4ാമത്തെ പൊസിഷനിലുമാണെങ്കിൽ 4-methyl phenol എന്നാണ് അതിൻ്റെ IUPAC നെയിം. കോമൺ നെയിം പാരാക്രസോൾ.